ഹെവി ബസിന്റെയോ ഹെവി ട്രക്കിന്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് നിർബന്ധമാണോ എന്നൊരു കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറി നമ്പർ 3യുടെ ലൈസൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഹെവി ബസ്സിനോ ഹെവി ട്രക്കിന്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യാനോ എടുക്കാൻ പറ്റുമോ UAE-യിൽ ആ ഒരു ചോദ്യം ഇന്നൊരു കമന്റ് ബോക്സിൽ വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. കുറേ ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഉത്തരമാണ്, അങ്ങനൊരു നിയമം ഇതുവരെ വന്നിട്ടില്ല. ഹെവി ബസ്സിന്റെയോ ഹെവി ട്രക്കിന്റെ ലൈസൻസ് വേണമെങ്കിൽ നമുക്ക് ചെറിയ വണ്ടിയുടെ ലൈസൻസ് വേണം എന്ന് നിർബന്ധം ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ ഒരു നിയമം ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഒന്നും വേണ്ട, നമ്മൾ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോകുക. അവിടെ നമുക്ക് അവരുടെ അടുത്ത് പറയാം, എനിക്ക് ഹെവി ബസ്സിൻ്റെയോ ഹെവി ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കണം, ഫയൽ ഓപ്പൺ ചെയ്യണം എന്ന് പറയുക. അവർ നോർമൽ പ്രൊസീജിയർ, നമുക്ക് എമിറേറ്റ്സ് ഐഡി ഉണ്ടെങ്കിൽ നോർമലി നമുക്കൊരു പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവും. അല്ലാതെ എൻ്റെയിൽ ലൈറ്റ് മോട്ടോർ ലൈസൻസ് ഉണ്ടെങ്കിലേ എനിക്ക് ഹെവി ട്രക്കോ ഹെവി ബസ്സോ എടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു നിയമം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇതുവരെയും വന്നിട്ടില്ല. ഭാവിയിലെ കാര്യം നമുക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഹെവി ബസ്സിൻ്റെയോ ഹെവി ട്രക്കിൻ്റെയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ആൾറെഡി കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. തിയറി ടെസ്റ്റ് എങ്ങനെ പാസ്സാകണം? ഇംഗ്ലീഷിലോ നമുക്ക് എക്സാം കൊടുക്കാം, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് എക്സാം കൊടുക്കാം. ഇംഗ്ലീഷ് നമുക്ക് എക്സാം കൊടുക്കണമെങ്കിൽ നോർമലി ഇംഗ്ലീഷിൽ സ്ക്രീനിൽ വരും, നമുക്ക് അതിൻ്റെ ആൻസർ ഇംഗ്ലീഷിൽ കൊടുക്കാം. അല്ല, എനിക്ക് ഇംഗ്ലീഷ് തീരെ വശമില്ല, അല്ലെങ്കിൽ കുറച്ച് അറിയാവോ, എനിക്ക് മലയാളത്തിൽ എക്സാം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മലയാളത്തിലും എക്സാം കൊടുക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. എക്സ്ട്രാ ഫീസ് കൊടുക്കണം. അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ആൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. അത് നിങ്ങൾ കണ്ട് പഠിക്കണം. പക്ഷെ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം പോകാൻ. അതുപോലെ ഹെവി വണ്ടിയുടെ ലൈസൻസിന് ചെറിയ വണ്ടിയുടെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ചെറിയ വണ്ടിയുടെ ക്വസ്റ്റ്യൻസും പഠിക്കണം, ഹെവി വണ്ടിയുടെ ക്വസ്റ്റ്യൻസ് പഠിക്കണം. അപ്പോൾ ഇത് രണ്ടും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഹെവി ബസ്, ഹെവി ട്രക്ക്, ലൈറ്റ് ബസ്. പക്ഷെ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ചെറിയ വണ്ടിയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ നല്ലതായനെ ഹെവി ബസ്സോ ഹെവി ട്രക്കിൻ്റെ ലൈസൻസ് അപേക്ഷിക്കുമ്പോൾ. അത് ശരിയാണ്, അത് ഒരു ഉപകാരപ്പെടും, അല്ലാതെ നിർബന്ധമല്ല, ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് എനിക്ക് അറിയാം, റോഡിൻ്റെ നിയമങ്ങൾ, ട്രാഫിക് സൈൻസ്, എങ്ങനെ വണ്ടി ഓടിക്കണം, എങ്ങനെ റൗണ്ട് ബോട്ടിൽ പോകണം, ലെയിൻ ചേഞ്ച് ചെയ്യണം, ഓവർടേക്ക് ചെയ്യണം, അതിനെപ്പറ്റി എനിക്ക് നിയമങ്ങൾ അറിയാം. എനിക്ക് ആൾറെഡി ലൈസൻസ് ഉണ്ട്. അങ്ങനെ ലൈസൻസ് ഉള്ള ഒരാൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. പറഞ്ഞാൽ വലിയ വണ്ടിയുടെ ലൈസൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഹെവി ബസ്സോ ഹെവി ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കുമ്പോൾ ചെറിയ എനിക്കൊരു ഹെൽപ്പ് കിട്ടും എന്നേ ഉള്ളൂ. അല്ലാതെ നിർബന്ധമൊന്നും ഇതുവരെ ആയിട്ടില്ല. എങ്ങനെ ഹെൽപ്പ് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എനിക്ക് ആൾറെഡി അറിയാം. അന്നേരം എൻ്റെ ക്ലാസ്സുകളും കുറച്ച് കിട്ടും. അതുപോലെ എനിക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കുകയും ചെയ്യാം. പുതിയ അപ്ഡേറ്റ്സുകൾ എല്ലാം ഞാൻ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞാൻ പുതിയ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.